ഹായ് എവരി വൺ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ നമ്പർ ഓഫ് സ്ലിപ്പ് സിസ്റ്റംസ് ഫോർ എ ക്ലോസ്ഡ് പാക്ക് സ്ട്രക്ചർ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ദ മോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആൻഡ് ദ സ്കിമിറ്റ് ലോ. അപ്പോൾ അവിടെ ആ വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിക്കാണും വാട്ട് ഈസ് ആക്ച്വലി എ സ്ലിപ്പ് സിസ്റ്റം. സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it basically consists of a slip plane and slip direction. ഓക്കെ, ഇനി ഇവിടെ എന്തിനാണ് ഈ നമ്പർ ഓഫ് സ്ലിപ്പ് സിസ്റ്റംസ് ഒക്കെ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ബിക്കോസ് നിങ്ങൾ ചില മെറ്റീരിയൽസ് കണ്ടു കാണും. ഉദാഹരണം, ഒരു സ്റ്റീൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ എടുക്കുന്നു. ഞാനൊരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് പ്ലോട്ട് ചെയ്താൽ യു ക്യാൻ സീ ഒരു ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഡക്റ്റിലിറ്റി? എ മെറ്റീരിയൽ, ഡക്റ്റിലിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ക്യാൻ അണ്ടർഗോ സ്ട്രെയിൻസ് ബിഫോർ ഫെയിലുവർ. അതായത് സ്ട്രെച്ച് ചെയ്യാനുള്ള കഴിവ്, അല്ലേ? പ്ലാസ്റ്റിക്കിൽ ഡീഫോം ചെയ്യുമ്പോൾ അതിന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കഴിവ്. ബട്ട് ഇപ്പം ഞാനൊരു ഗ്ലാസ് എടുക്കുക. ഒരു ഗ്ലാസ് അറിയാമല്ലോ. Glassൽ if I am just applying a force, it will suddenly break without any signs of deformation, ഇല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ചില മെറ്റീരിയലിന് ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടി ഇല്ല, ചില മെറ്റീരിയലിന് ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടി കൂടുതലാണ്, ചില മെറ്റീരിയലിന് ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടി കുറവാണ്. സോ ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ദ സ്ലിപ്പ് പ്ലെയിൻസ് ആൻഡ് സ്ലിപ്പ് ഡയറക്ഷൻസ്. അങ്ങനെ പറയാൻ കാരണം എന്താ? കാരണം ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോർമേഷനാണ്. ഡീഫോർമേഷൻ നടക്കണമെങ്കിൽ എന്ത് മൂവ് ചെയ്യണം? ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്യണം. ഡിസ്ലൊക്കേഷൻസ് ഈസി ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? സ്ലിപ്പ് പ്ലെയിൻസ് ഉണ്ടായിരിക്കണം. പ്രിഫറബിളി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലെയിൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ സ്ട്രക്ചേഴ്സിനും നമ്പർ ഓഫ് സ്ലിപ്പ് സിസ്റ്റംസ് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് അഗെയിൻ in the university exams or in the series also you can expect one question from this particular topic. അവിടെ യൂഷ്വൽ ചോദിക്കുന്നൊരു ചോദ്യം, why FCC materials are more ductile compared to BCC and HCP. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു നീഡ് ടു ആൻസർ ബേസ്ഡ് ഓൺ സ്ലിപ്പ് സിസ്റ്റംസ്. അതായത് FCCയുടെ എത്ര സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട്, BCCയിൽ എത്ര സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട്, എന്തുകൊണ്ടാണത് അങ്ങനൊരു പ്രോപ്പർട്ടി ആ മെറ്റീരിയൽസിന് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ സെൻറ്റൻസ് വായിക്കും. For at least one slip system is oriented to give the angles and near 45 degree, then the resolved shear stress will be equal to critical resolved shear stress. Okay. Ideal HCP metal possesses only one set of parallel closed pack planes and 3 closed pack directions, giving 3 slip systems. കണ്ടോ? യൂഷ്വലി HCP മെറ്റൽസിന് 3 സ്ലിപ്പ് സിസ്റ്റംസേ ഉള്ളൂ. ഐഡിയൽ ആയിട്ടുള്ളൊരു കേസിൽ ഓൾമോസ്റ്റ് ഓൾ HCP മെറ്റീരിയൽസ് ഹാസ് 3 സ്ലിപ്പ് സിസ്റ്റംസ്. അതായത് ഒരു പ്ലെയിനും 3 ഡയറക്ഷൻസ്. ഓക്കെ, ഒരു പ്ലെയിൻ, ഒരു ഡയറക്ഷൻ, എഗെയിൻ ഒരു പ്ലെയിൻ, അതടുത്ത സെറ്റ് ഓഫ് ഡയറക്ഷൻ, അങ്ങനെയായിരിക്കും. കോൺസിക്വൻ്റ്ലി ദ പ്രോബബിലിറ്റി ഓഫ് ക്ലോസ്ഡ് പാക്ക് പ്ലെയിൻസ് ആൻഡ് ഡയറക്ഷൻസ് ബീയിങ് ഓറിയൻറ്റഡ് വിത്ത് ആൻഡ് നിയർ ടു 45 ഡിഗ്രി, അതായത് നേരത്തെ പറഞ്ഞതുപോലെ 45 ഡിഗ്രി ഈസ് വെരി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ കണ്ടു സ്കിമിറ്റ് ലോയിൽ ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ് ഏത് പ്ലെയിനിലാണോ ഉള്ളത് ആ പ്ലെയിനാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? സ്ലിപ്പിൽ സഹായിക്കുന്നത്, പെട്ടെന്ന് ഡീഫോർമേഷൻ നടക്കും. പക്ഷേ HCPയിൽ 3 സ്ലിപ്പ് സിസ്റ്റംസേ ഉള്ളൂ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ആംഗിള്, അതായത് കൊടുത്തിരിക്കുന്ന ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നിയർ ടു 45 ഡിഗ്രി ഉണ്ടാവുന്ന പ്ലെയിൻസ് വളരെ കുറവാണ്, ഇല്ലേ? അപ്പം അങ്ങനെ കുറയുമ്പോൾ എന്ത് പറ്റും? ദ പ്രോബബിലിറ്റി ഓഫ് ദ ക്ലോസ്ഡ് പാക്ക് പ്ലെയിൻസ് ആൻഡ് ഡയറക്ഷൻസ് ബീയിങ് ഓറിയൻറ്റഡ് വിത്ത് ആൻഡ് നിയർ ടു 45 ഡിഗ്രി വളരെ കുറവായിരിക്കും.
So HCP crystal may fail in brittle manner without a significant amount of slip. But ഒറ്റൊരു കാര്യം, നമ്മൾ when the temperature is increased, other slip systems also becomes active, making these less brittle than expected. അതായത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു HCP മെറ്റീരിയലിനെ നമ്മൾ ഒരു ടെമ്പറേച്ചറിന് അബോവ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ the brittleness of the particular material will reduce, and that particular treatment can enhance ductility of the material. അത് നമ്മൾ ടൈറ്റാനിക്കിനൊക്കെ കണ്ടിരിക്കുന്നത് പോലെ തന്നെ. ടൈറ്റാനിക്കിന് എന്തായാലും സംഭവിച്ചത്, ഡക്റ്റൈലായിരുന്ന മെറ്റീരിയൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെയപ്പോൾ ബ്രിട്ടിലായി മാറി. ഇതുപോലെ തന്നെ HCPയുടെ കേസിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് അബോവ് അതിന് ഡക്റ്റിലിറ്റി കിട്ടും. അതെങ്ങനെയാണത് കിട്ടുന്നത്? ജസ്റ്റ് ബിക്കോസ് ഓഫ് സ്ലിപ്പ് സിസ്റ്റംസ് ആക്റ്റീവ് ആവുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് 3 സ്ലിപ്പ് സിസ്റ്റംസ് ഉള്ളത് കൊണ്ട് ഈ പർട്ടിക്കുലർ നമ്മൾ ഒരു സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നത്, അതായത് നിയർ ടു 45 ഡിഗ്രി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ലിപ്പ് സിസ്റ്റംസ് ഓറിയൻറ്റഡ് ആവുന്നത് വളരെ കുറവാണ്, കാരണം 3 ഉള്ളൂ. പക്ഷേ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് ഡക്റ്റിലിറ്റി കൂടാൻ കാരണം കുറച്ചുകൂടെ സ്ലിപ്പ് സിസ്റ്റംസ് ആക്ടിവേറ്റ് ആവുന്നു. നേരത്തെ ഞാനൊരു ടേബിളിൽ കാണിച്ചിട്ടുണ്ട് എത്ര സ്ലിപ്പ് സിസ്റ്റംസ് എക്സാക്ട്ലി HCPക്ക് ഉണ്ടെന്ന്. ഓക്കെ, അപ്പം HCP ബ്രിട്ടിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവർ ആൻസർ ഷുഡ് ബി ഇറ്റ് ഹാസ് ഓൺലി 3 സ്ലിപ്പ് സിസ്റ്റംസ്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ദ ക്ലോസ്ഡ് പാക്ക് പ്ലെയിൻസ് and directions being oriented with a near to 45 degree with respect to the applied force is very low. അതുകൊണ്ടാണ് അവിടെ സ്ലിപ്പ് ഇനിഷ്യേറ്റ് ആവാത്തത്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കാതെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് HCPയുടെ കേസ്. FCCക്ക് എന്ത് പറ്റും? ഇറ്റ് കണ്ടെയ്ൻസ് 4 നോൺ പാരലൽ ക്ലോസ് പാക്ക് പ്ലെയിൻസ്, 111 ഫാമിലി ഓഫ് പ്ലെയിൻസും 3 ക്ലോസ് പാക്ക് ഡയറക്ഷൻസിൻ്റെ ഫാമിലിയുമുണ്ട്. ഓൾ ടുഗദർ ഗിവിങ് 12 സ്ലിപ്പ് സിസ്റ്റംസ്. അപ്പോൾ എന്ത് പറ്റും? 12 സ്ലിപ്പ് സിസ്റ്റം ഉള്ളത് കൊണ്ട് അറ്റ്ലീസ്റ്റ് 1 സ്ലിപ്പ് സിസ്റ്റം ഈസ് ഫേവറബിളി ഓറിയൻറ്റഡ് ഫോർ ദ സ്ലിപ്പ് ടു ഒക്വർ അറ്റ് ലോ അപ്ലൈഡ് സ്ട്രെസ്സസ് പെർമിറ്റിംഗ് FCC. അപ്പോൾ 12 സ്ലിപ്പ് സിസ്റ്റം ഉള്ളത് കൊണ്ട് പ്രോബബിലിറ്റി കൂടുതലാണല്ലേ ഓറിയൻ്റ് ആവാനുള്ള ചാൻസ്. അപ്പോൾ ഒരു സ്ലിപ്പ് സിസ്റ്റത്തിനെങ്കിലും കറക്റ്റായിട്ട് ഫേവറബിളി ഓറിയൻറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പോൾ ആ സ്ലിപ്പ് സിസ്റ്റത്തിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഡീഫോർമേഷൻ നടക്കാൻ പറ്റും. അതുകൊണ്ടാണ് FCC ഡക്റ്റൈൽ പ്രോപ്പർട്ടി കാണിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സെൻറ്റൻസ്, FCC സ്ലിപ്പ് ഒക്വേഴ്സ് ഓൺ ക്ലോസ്ഡ് പാക്ക് പ്ലെയിൻസ് ഇൻ ക്ലോസ്ഡ് പാക്ക് ഡയറക്ഷൻസ്. അതായത് 12 സ്ലിപ്പ് സിസ്റ്റംസ് ആണ്. അപ്പം 12 സ്ലിപ്പ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്ലെയിൻസ് ആൻഡ് എത്ര ഡയറക്ഷൻസ് വേണം? 3 ഡയറക്ഷൻസ് വേണം. ഓക്കെ, ആൻഡ് 6 110 ഡയറക്ഷൻസ്, ഈച്ച് വൺ കോമൺ ടു 2 ഒക്ടാഹെഡ്രൽ പ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ ഈ സ്ലിപ്പ് പ്ലെയിനിൻ്റെയും സ്ലിപ്പ് ഡയറക്ഷൻ്റെയും കോമ്പിനേഷൻ, ഒരു സ്ലിപ്പ് പ്ലെയിനും ഒരു സ്ലിപ്പ് ലൈൻ, അതായത് ഉദാഹരണം 111 പ്ലെയിൻ ആൻഡ് 110 ഡയറക്ഷൻ, അതൊരു സ്ലിപ്പ് സിസ്റ്റം. അതുപോലെ 111 പ്ലെയിൻ ആൻഡ് 101 ഡയറക്ഷൻ, അതുപോലെ 111 പ്ലെയിൻ ആൻഡ് 011 ഡയറക്ഷൻ, 3 ആയുള്ളൂ ഇല്ലേ? അതുപോലെ എല്ലാ കോമ്പിനേഷൻസും നോക്കണം. ഓക്കെ, അങ്ങനെയാണ് 12 സ്ലിപ്പ് സിസ്റ്റം. അപ്പോൾ അത്രയും ഉള്ളത് കൊണ്ട് FCC ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എനി വൺ ഓഫ് ദ സ്ലിപ്പ് സിസ്റ്റംസ് വിൽ ബി ഫേവറബിളി ഓറിയൻറ്റഡ് so that critical resolved shear stress can be initiated on that particular deformation can be initiated since the applied stress reaches the value of critical resolved shear stress. ഓക്കെ, അതുകൊണ്ടാണ് FCC ഡക്റ്റൈൽ ആവുന്നത്. ഫൈനലി BCCക്ക് എന്താണ്? ഓൾ ടുഗദർ 48 സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ അത് FCCയുടെ അത്രയും ഡക്റ്റൈലല്ല, എന്നാൽ HCPയുടെ അത്രയും ബ്രിട്ടിലുമല്ല. കാരണം എന്താ? അവിടെ BCCയുടെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എത്രയാണ്? 68.68 ആണ്. ബട്ട് FCC ആൻഡ് HCP has atomic packing factor of 0.74.
അതിൻ്റെ മീനിങ് എന്താ? ബി സി സി കുറച്ചുകൂടെ ലെസ് ഡെൻസ് ആണ്. 68% പാക്കിങ്ങേ ഉള്ളൂ. അത്രയും ബാക്കിയുള്ള സ്പേസ് 32% വോയിഡാണ്. അപ്പോൾ ബി സി സിയിൽ പാക്കിംഗ് എഫിഷ്യൻസി കുറവാണ്. അപ്പോൾ സെവറൽ സ്ലിപ്പ് സിസ്റ്റംസ് ആർ ഓൾവേസ് പ്രോപ്പർലി ഓറിയൻറ്റഡ് ഫോർ സ്ലിപ്പ് ടു ഒക്വർ, അലൗവിങ് ബി സി സി മെറ്റൽസ് ടു ഹാവ് ഡക്ടിലിറ്റി ഉണ്ട്. 48 സ്ലിപ്പ് സിസ്റ്റംസ് ഉള്ളത് കൊണ്ട് ഡക്ടിലിറ്റി ഉണ്ട്. പക്ഷേ എഫ് സി സിയെക്കാളും കുറവാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബി സി സി, which is not a closed pack system, does not has predominant atomic density. Therefore, total 3 family of planes acts as slip planes, and neither of them is a dominant and hence a total of. അപ്പോൾ അവിടെ കൂടെ നമ്മൾ എത്ര യൂഷ്വലി സ്ലിപ്പ് നടക്കുന്നതിൻ്റെ വൺ ഓഫ് ദ മെയിൻ എന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ദ പ്ലെയിൻസ് ഷുഡ് ബി ക്ലോസ്ഡ്ലി പാക്ഡ്. If a particular plane has planar density more, definitely the slip will be more in that particular plane. So എഫ് സി സിയുടെ കേസിൽ 12 സ്ലിപ്പ് സിസ്റ്റംസേ ഉള്ളെങ്കിലും ഈ 12 സ്ലിപ്പ് സിസ്റ്റത്തിലും പ്ലെയിനാർ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് എഫ് സി സിക്ക് ഡക്ടിലിറ്റി കൂടുതലും ബി സി സിക്ക് ഡക്ടിലിറ്റി കുറഞ്ഞു നിൽക്കുന്നത്. സോ ഓൾ ടുഗദർ 36 ആൻഡ് അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റീസൺ. മനസ്സിലായോ? എച്ച് സി പി ബ്രിട്ടിലാവാനും എഫ് സി സി മോർ ഡക്റ്റൈലാവാനും ബി സി സി ലെസ് ഡക്റ്റൈലാവാനും കാരണം. ആ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വൈ എഫ് സി സി മെറ്റൽസ് ആർ ഡക്റ്റൈൽ ദാൻ ബി സി സി ആൻഡ് എച്ച് സി പി മെറ്റൽസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് നിങ്ങൾ വായിച്ചു. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, ആൻഡ് യാ, plastic deformation in a metal. So deformation and slip in polycrystalline material is somewhat more complex because of random crystal. ഇപ്പം നമ്മളൊരു സ്ലിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്രെയിനിലെടുത്തു. ഇനിയും അടുത്ത ഗ്രെയിൻ എന്ന് പറയുന്നതിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? 2 ഗ്രെയിൻസ് തമ്മിൽ സെപ്പറേറ്റഡ് ബൈ എ ഗ്രെയിൻ ബൗണ്ടറി. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ തുടക്കത്തിലെ ഗ്രെയിൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രെയിൻസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ബൈ എ ഗ്രെയിൻ ബൗണ്ടറി. അവിടെ അറ്റോമിക് അറേഞ്ച്മെൻറ്റ് മാറ്റം ഉണ്ടായിരിക്കും അല്ലേ? ഒരു ഗ്രെയിനിൽ നിന്ന് അടുത്ത ഗ്രെയിനിലേക്ക് പോകുമ്പോൾ അറ്റോമിക് ഡയറക്ഷനിൽ മാറ്റം കാണും ഒബ്വിയസ്ലി. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ലോഡിനുമായിട്ട് അലൈനായിരിക്കുന്ന സ്ലിപ്പ് സിസ്റ്റവും മാറും ഇല്ലേ? അറ്റോമിക് അറേഞ്ച്മെൻറ്റ് മാറുമ്പോൾ എന്ത് പറ്റും? ഏത് പ്ലെയിനായിരുന്നോ നേരത്തെ ഓറിയൻറ്റഡ് ആയിട്ടിരുന്നത് ആ പ്ലെയിനും മാറില്ലേ അവിടെ? കാരണം പ്ലെയിനാർ ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടല്ലേ സ്ലിപ്പ് സിസ്റ്റംസ് വരുന്നത്. അപ്പോൾ എന്ത് പറ്റും? അതാ പറഞ്ഞിരിക്കുന്നത്. Deformation and slip in polycrystalline materials is somewhat more complex because of random crystallographic orientation of numerous grains. The direction of slip varies from one grain to another. For each dislocation motion occurs along the slip system that has most of ഓരോ ഡിസ്ലൊക്കേഷൻ മോഷൻ ഓരോ ഗ്രെയിനിൽ ചെല്ലുമ്പോഴും എന്ത് പറ്റും? ഏത് ഫേവറബിൾ സ്ലിപ്പ് സിസ്റ്റമാണ് ആ ഗ്രെയിനിൽ ഓറിയൻറ്റഡ് ആയിരിക്കുന്നത് അതിൽ കൂടെ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യത്തുള്ളൂ. സോ ഗ്രോസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് എ പോളിക്രിസ്റ്റലൈൻ സ്പെസിമെൻ കറസ്പോണ്ട്സ് ടു കമ്പയറബിൾ ഡിസ്റ്റോർഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഗ്രെയിൻസ് ബൈ മീൻസ് ഓഫ് സ്ലിപ്പ്. അപ്പോൾ എന്താണ്? നമ്മൾ ഓൾ ടുഗദർ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ മൊത്തം പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എടുക്കുന്നത് എല്ലാ ഗ്രെയിൻസിൻ്റെയും കമ്പയറബിൾ ഡിസ്റ്റോർഷനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഡ്യൂറിങ് ഡിഫോർമേഷൻ മെക്കാനിക്കൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് കൊഹറൻസി ആർ മെയിൻറ്റെയിൻഡ് അലോങ് ദ ഗ്രെയിൻ ബൗണ്ടറീസ്. ദാറ്റ് ഈസ് ദ ഗ്രെയിൻ ബൗണ്ടറീസ് യൂഷ്വലി ഡു നോട്ട് കം എപ്പാർട്ട് ഓർ ഓപ്പൺ അപ്പ്. അതായത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കുമ്പോൾ ഗ്രെയിൻ ബൗണ്ടറീസ് സ്പ്ലിറ്റ് ആവില്ല. അതിൻ്റെ മെക്കാനിക്കൽ ഇൻറ്റഗ്രിറ്റിയും കൊഹറൻസിയും മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഒരു 2 ഗ്രെയിൻസ് തമ്മിലുള്ള ഗ്രെയിൻ ബൗണ്ടറി അതിലിടയ്ക്ക് വിട്ട് കീറിയോ അങ്ങനെയൊന്നും വരില്ല. ദാറ്റ് ഈസ് ഗ്രെയിൻ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയും ആറ്റംസ് തന്നെയാണ്. മെറ്റീരിയൽസിലെല്ലാം ആറ്റംസേ ഉള്ളൂ. സോ ആറ്റംസ് ആ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത് അതിൻ്റെ മെക്കാനിക്കൽ ഇൻറ്റഗ്രിറ്റി അത് നിൽക്കുന്ന ആ രീതി മാറില്ല, അത് വിട്ട് വരില്ല. ഓക്കെ, ബോൺസ് ബ്രേക്ക് ചെയ്തില്ല, അത് അലൈൻ ആവത്തേ ഉള്ളൂ. ഓക്കെ, as a consequence each individual grain is constrained to some degree in the shape it may assume by its neighbor. അതായത് ഗ്രെയിൻ ബൗണ്ടറി അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻ ആവുന്നതേ ഉള്ളൂ
ടിയർ അപ്പാർട്ട് ആവുന്നില്ല. സോ അതുകൊണ്ട് എന്ത് പറ്റും, ഗ്രെയിൻസിൻ്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ചേഞ്ച് ചെയ്യും. അല്ലാതെ ഓൾ ടുഗദർ ഒരു ഗ്രെയിൻ ബൗണ്ടറി സ്പ്ലിറ്റായി വരില്ല. അപ്പോൾ അതാണ് ബേസിക്കലി പ്ലാസ്റ്റിക് ഡിഫോർമേഷനിനെ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ഒരുപാട് ഗ്രെയിൻസ് ഉള്ള മെറ്റീരിയലിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണ്. ആദ്യം ഒരു ഗ്രെയിൻസിൽ ഒരു സ്ലിപ്പ് സിസ്റ്റം ആയിരിക്കും ആക്റ്റീവ്. ഇമ്മീഡിയറ്റ്ലി വെൻ ഡിസ്ലൊക്കേഷൻ മൂവ് ടു അനദർ ഗ്രെയിൻ, അഗെയിൻ ദ പ്ലെയിൻ വിച്ച് ഈസ് മോസ്റ്റ് ഫേവറബിളി ഓറിയൻറ്റഡ് വിൽ ബി അനദർ സ്ലിപ്പ് പ്ലെയിൻ. അപ്പം ഇതെല്ലാം ഓൾ ടുഗദർ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കുമെങ്കിലും ഈച്ച് ആൻഡ് എവരി ഗ്രെയിൻ, ഇൻഡിവിജ്വൽ ഗ്രെയിൻസ് ഡിസ്റ്റോർട്ടഡ് ആകും. പക്ഷേ ഗ്രെയിൻ ബൗണ്ടറീസ് വിട്ട് വരാത്തത് കൊണ്ട് ഗ്രെയിൻസ് തന്നെ അതിൻ്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകും. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മളിപ്പം റോൾഡ് സ്ട്രക്ചേഴ്സ്, ഹോട്ട് റോളിങ്ങോ കോൾഡ് റോളിങ്ങോ ചെയ്ത സ്ട്രക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ മൈക്രോസ്കോപ്പിക്കിലൂടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ റോള് ചെയ്തത് ആ ഡയറക്ഷനിൽ ഗ്രെയിൻസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നതാണ്. ഉദാഹരണം ചപ്പാത്തി പരത്തുമ്പോഴേ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ഉണ്ടയാക്കിയിട്ട് വെച്ച് നമ്മൾ ജസ്റ്റ് പരത്തത്തില്ലേ, പരത്തുമ്പോൾ എന്ത് പറ്റും, ആദ്യം നമ്മൾ പരത്തുന്ന ഡയറക്ഷനിലേക്ക് സ്ട്രെച്ച് ചെയ്യും. അതുപോലെ തന്നെ ഗ്രെയിൻസ് പിന്നെ നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ വീണ്ടും അതടുത്ത ഡയറക്ഷൻ. അപ്പം നമ്മൾ ഇത് കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് ഗ്രെയിൻസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. പക്ഷേ ഗ്രെയിൻ ബൗണ്ടറീസ് എന്ത് ചെയ്യും, വിട്ട് വരില്ല, അത് ജസ്റ്റ് അലൈൻ ആവത്തേ ഉള്ളൂ. ദെൻ ബിഫോർ ഡിഫോർമേഷൻ അതാ പറഞ്ഞിരിക്കുന്നത്, ഗ്രെയിൻസ് ആർ ഇക്വിയാക്സ്ഡ്. എല്ലാം ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം സെയിം ആയിരിക്കും. ബട്ട് ആഫ്റ്റർ ഡിഫോർമേഷൻ ദ ഗ്രെയിൻസ് ക്യാൻ ബിക്കം ഇലോങ്ങേറ്റഡ് along the direction, okay, in which the specimen is extended. The polycrystalline metals are stronger than their single crystal equivalents, which means that greater stress are required to initiate slip and attend yielding. കാരണം പോളിക്രിസ്റ്റൽസിൽ ഒരുപാട് ഗ്രെയിൻസ് ഉണ്ട്, സോ നമുക്ക് ഗ്രേറ്റർ സ്ട്രെസ് കൊടുക്കണം. So this is to a large degree also a result of geometrical constraints that are imposed on the grains during deformation. Even though a single grain may be favorably oriented with the applied stress, it cannot deform until the adjacent and less favorably oriented grains are capable of slip. This requires a higher up. അതായത് ഒരു പോളിക്രിസ്റ്റൽസിൽ ഒരു ഗ്രെയിൻ ഫേവറബിളി ഓറിയൻറ്റഡ് ചെയ്തു, അത് മാത്രം ഡിഫോം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് ഗ്രെയിൻസ് കാണും, ഇഷ്ടം പോലെ ഒരുപാട് ഗ്രെയിൻസ് കാണും മെറ്റീരിയൽ. അപ്പം അടുത്ത നെയ്ബറിങ് ഗ്രെയിൻസും അതിന് ചിലപ്പം ലെസ് ഫേവറബിളി ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതിന് കുറച്ചുകൂടെ ഹയർ സ്ട്രെസ്സ് വേണം. അപ്പോൾ ഓൾ ടുഗദർ എല്ലാ ഗ്രെയിൻസും ഡിഫോം ആവാൻ തുടങ്ങിയാലേ ഒരു മെറ്റീരിയൽ ഡിഫോം ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പോളിക്രിസ്റ്റൽ മെറ്റീരിയൽ അതാണ് ജോമെട്രിക്കൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പം നെയ്ബറിങ് ഗ്രെയിൻസും കൂടെ ഡിഫോം ആയാലേ പോളിക്രിസ്റ്റലിന് ഡിഫോം ആവാൻ പറ്റും. സോ അതുകൊണ്ടാണ് പോളിക്രിസ്റ്റലിൻ്റെ മെക്കാനിസം ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ മെക്കാനിസം ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷനെ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി എത്ര സമയമായി? ഓക്കെ, ആൻഡ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.